ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച് എന്നെ പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കുവാൻ എനിക്കിടയാക്കണമേ. തൊണ്ണൂറ്റിയൊന്നാം വയസ്സിൽ ഇംഗ്ലീഷിലും മലയാളത്തിലും ബൈബിൾ എഴുതി തൻ്റെ ജീവിതം ഒരു വിശ്വാസ സാക്ഷ്യമാക്കി മാറ്റുകയാണ് വർക്കി പുതുപ്പറമ്പിൽ. നിരവധി രോഗങ്ങൾ അലട്ടുമ്പോഴും അതിനെയെല്ലാം വിശ്വാസത്താൽ അതിജീവിച്ചാണ് ചെമ്മന്തോട്ടി ഇടവകക്കാരനായ വർക്കിച്ചേട്ടൻ വചനമെഴുത്ത് തുടരുന്നത്. എൻ്റെ മോള് മുഖാന്തിരം, മോള് എന്ന് പറയുമ്പോൾ എൻ്റെ മകള് എനിക്കാകപ്പാടെ ഒരു മകളേ ഉള്ളൂ. ആ മകള് FCCയിലെ സിസ്റ്ററാണ്, സിസ്റ്റർ ടെസ്സി എനിക്ക് ഒരു പ്രാർത്ഥനാ പുസ്തകം തന്നു. ആ പ്രാർത്ഥനാ പുസ്തകത്തിനകത്ത് വചനാധിഷ്ഠിതമായ ധാരാളം പ്രാർത്ഥനകളുണ്ടായിരുന്നു. അതിൽ എന്നെ കൂടുതൽ ആകർഷിച്ച 3 വചനക്കൊന്തകൾ. ഒന്ന്, വചനത്തിൽ അധിഷ്ഠിതമാകാൻ വേണ്ടിയുള്ള വചനക്കൊന്ത. അതിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, വിശ്വാസപ്രമാണം ചൊല്ലി ഒരു സ്വർഗസ്ഥനായതായ നന്മ നിറഞ്ഞ മറിയം പിതാവിനും പുത്രനും. അതിനുശേഷം എബ്രായർ 4:12 ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തിളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വിവേചിക്കുന്നതുമാണ്. എബ്രായർ 4:12. അതിനുശേഷം മത്തായി 4:4 10 പ്രാവശ്യം ഉരുവിടണം. അവൻ പ്രതിവചിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത്. മത്തായി 4:4. ഈ വചനം 10 പ്രാവശ്യം ഉരുവിടുക. ആ 10 പ്രാവശ്യം ഉരുവിട്ടതിന് ശേഷം മുമ്പേ ഞാൻ പറഞ്ഞ എബ്രായർ 4:12 ഒരു പ്രാവശ്യം ഉരുവിടുക. അതിനുശേഷം വേറെ 4 വചനങ്ങൾ കൂടിയുണ്ട്. ആ ഓരോ വചനങ്ങളും 10 പ്രാവശ്യം ഉരുവിട്ടു. അതിനുശേഷം എബ്രായർ 4:12 ഒരു പ്രാവശ്യം ഉരുവിട്ടു. അങ്ങനെ 5 വചനങ്ങൾ, ഒരു വചനം 10 പ്രാവശ്യം വീതം. അതിൽ ഏറ്റവും അവസാനം കൂടെ പറയാം, ചൊല്ലിക്കൊണ്ടിരുന്നത്, ആത്മാവാണ് ജീവൻ നൽകുന്നത്, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞ വാക്ക് ആത്മാവും ജീവനുമാണ്. യോഹന്നാൻ 6:63. ആ വചനം 10 പ്രാവശ്യം ഉരുവിട്ടു. അത് ലാസ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഈ വചന അധിഷ്ഠിതമായ എല്ലാ ദിവസവും ഞാൻ ഉരുവിട്ടുകൊണ്ടിരുന്നു. പിന്നെയുള്ള വേറൊരു വചനക്കൊന്ത, വാർദ്ധക്യം സന്തോഷപ്രദമാകാൻ. അതാണ് എന്നെ പറഞ്ഞാൽ വളരെയധികം ആകർഷിച്ചത്. അതിലെ ഒരു വചനം, ഈ ഇടയ്ക്ക് നമ്മളെ ഓയിൻ്റേഴ്സുള്ളൊരു വചനമാണ് ഞാൻ പറയുന്നത്. ദൈവമേ, വാർദ്ധക്യവും നരയും ബാധിച്ച് എന്നെ പരിത്യജിക്കരുതേ. വരാനിരിക്കുന്ന തലമുറകളോട് അങ്ങയുടെ ശക്തി പ്രഘോഷിക്കുവാൻ എനിക്കിടയാക്കണമേ. സങ്കീർത്തനം 71:18. അതിൻ്റെ ഈ നമ്മൾ ONTC ചെല്ലുന്നതിനുള്ള ഇടയ്ക്ക് ചെല്ലുന്ന വചനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ വചനങ്ങൾ കൊന്തകളൊക്കെ ചൊല്ലിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഒരു ആശയം മനസ്സിൽ തോന്നി, സുവിശേഷം പകർത്തി എഴുതിയാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ മലയാളത്തിലുള്ള സുവിശേഷം, മത്തായിയുടെ സുവിശേഷം ആദ്യമേ നല്ല നോട്ട് ബുക്കിലൊന്നും അല്ല, ഒരു പഴയ ഡയറിയിൽ ആദ്യം ഒരു പരീക്ഷണാർത്ഥം ഒന്ന് എഴുതി നോക്കി. വലിയ കുഴപ്പമില്ലെന്ന് ഈശോ തോന്നിച്ചതപ്പം നല്ല നോട്ട് ബുക്കിലേക്ക് മത്തായി, മർക്കോസ്, ഇങ്ങനെ 4 സുവിശേഷങ്ങളും പകർത്തി എഴുതി. അപ്പോൾ അത് പകർത്തി എഴുതി കഴിഞ്ഞപ്പോൾ മക്കൾക്ക് വളരെ സന്തോഷം. മോൻ അത് കൊണ്ടുപോയി ബൈൻഡ് ചെയ്യിപ്പിച്ചു. അങ്ങനെ അത് ബൈൻഡ് ചെയ്ത് കൊണ്ടുവന്നപ്പോൾ എനിക്കും വളരെ സന്തോഷം. അങ്ങനെ മെല്ലെ ഉൽപ്പത്തിയിലേക്ക് കയറി. കുറേ ദിവസങ്ങൾ കൊണ്ട് എല്ലാ ദിവസവും ഒന്നും എഴുതാൻ പറ്റുന്ന വരികയില്ല. ഞാൻ പലതരത്തിലുള്ള രോഗങ്ങൾ എന്നെ അലട്ടുന്നുണ്ടെങ്കിലും പറ്റുന്ന സമയങ്ങളിലും ഒക്കെ ഇരുന്ന് പകലും രാത്രിയും ഒക്കെ കുറേശ്ശെ എഴുതും. എഴുതാത്ത ദിവസങ്ങൾ ധാരാളമുണ്ട്. അങ്ങനെ അത് പകർത്തി എഴുതി മലാക്കി വരെ പകർത്തി എഴുതാനുള്ള കൃപ ഈശോ എനിക്ക് തന്നു. അത് കഴിഞ്ഞൊരു കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഇംഗ്ലീഷ് ബൈബിൾ ഒരെണ്ണം എൻ്റെ ടെസിമോള് തന്നെ കൊണ്ടെത്തന്നത് വീട്ടിലുണ്ടായിരുന്നു. അത് സമ്പൂർണ്ണ ബൈബിൾ ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെ സുവിശേഷങ്ങൾ, മത്തായിയുടെ സുവിശേഷം, സെൻറ്റ് മാത്യു എടുത്ത് ഒന്ന് പകർത്തിയാലോ എന്നൊരു ചിന്ത മനസ്സിൽ തോന്നി. ഏതായാലും ഒത്തിരി കാലമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നില്ല, എഴുതുന്നില്ല. പണ്ട് കാലത്ത് പഠിച്ചതേ ഉള്ളൂ. ഏതായാലും
ദൈവകൃപ കൊണ്ട് കണ്ടവരൊക്കെ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആണെന്നും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളൊന്നും ഇല്ല, വളരെ നല്ല എഴുത്താണെന്നൊക്കെ മറ്റുള്ളവർ പറയുന്നുണ്ട്. എനിക്കറിഞ്ഞുകൂടാ. ഏതായാലും ഈശോയുടെ കൃപ കൊണ്ട് ഞാൻ സെൻറ്റ് മാത്യു പകർത്തി എഴുതി. അതിൻ്റെ പുറകെ കുറേശ്ശെയായി എല്ലാ സുവിശേഷങ്ങളും പകർത്തി എഴുതാനുള്ളൊരു കൃപ എനിക്ക് ഈശോ തന്നു. എഴുതി തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളത് അറിയുന്നത്. അല്ലാതെ നേരത്തെ ഒരു മുന്നൊരുക്കോ നമ്മൾ നാളത്തോട്ട് ബൈബിൾ എഴുതാൻ പോവുകയാണെന്ന് പറയും, അങ്ങനെ ഒരു സംഭവമല്ല. അങ്ങനെ എഴുതി തുടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ എഴുതി തുടങ്ങിയപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമൊക്കെ സാധാരണ ഈ വെറുതെ എഴുതുന്നു എന്നുള്ള രീതിയിലാണ് നമ്മളും അതിനെ കണ്ടത്. പക്ഷെ അത് കഴിഞ്ഞ് ഈ പറഞ്ഞതുപോലെ പലരും അത് കണ്ടപ്പോൾ അത് ബൈൻഡ് ചെയ്യിക്കണമെന്നും അത് ഒരു പുസ്തകമാക്കി ബൈബിൾ പോലെ തന്നെ അതേ രൂപേണ വെക്കണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ നമുക്കതിൻ്റെ കുറച്ചും കൂടെ ഒരു ആധികാരികമായി അത് സൂക്ഷിക്കണമെന്നൊക്കെ നമുക്കൊരു തോന്നൽ വന്നു. അതുകൊണ്ടാണത് ബൈൻഡ് ചെയ്യുകയും അങ്ങനെ മുഴുവൻ ആദ്യ സുവിശേഷ വെളി അത് കഴിഞ്ഞ് മുഴുവനും എഴുതി തീർന്നു. ഒത്തിരി മരുന്നുകൾ കഴിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒത്തിരി വേദനകളും ഈ ഞരമ്പിന് ഉള്ള ബുദ്ധിമുട്ടുകളും മറ്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഈ സമയത്ത് അറിയുന്നില്ല എന്നുള്ളതാണ്. ഇതെല്ലാം ഈ ബൈബിൾ എഴുതി തീരുമ്പോൾ തിരുവചനമാണല്ലോ എഴുതുന്നത്. അപ്പോൾ ആ തിരുവചനം എഴുതുമ്പോൾ അതെല്ലാം അതിലേക്ക് ലയിച്ച് ചേരുകയാണ് എന്നാണ് തോന്നുന്നത്. മക്കളുടെയും കൊച്ചുമക്കളുടെയും എല്ലാവരുടെയും പിന്തുണ ഇല്ലെങ്കിൽ ഇത് ചാച്ചനെ കൊണ്ട് ഒരു കാലത്തും എഴുതാൻ സാധിക്കില്ല. അത് പ്രത്യേകിച്ച് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭാര്യയുടെ അവൾ അങ്ങേയറ്റം ഏത് സമയവും എനിക്ക് ആവശ്യമുള്ള ചായ കുടിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് വെള്ളം എന്ന് വേണ്ട എന്തെല്ലാം ആവശ്യമുണ്ടോ അത് കൃത്യമായിട്ട് അവൾക്കറിയാം. സമയത്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് തന്നെ എനിക്ക് കൊണ്ടുവന്ന് തരും. അങ്ങനെയുള്ള എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെയും മക്കളുടെയും കൊച്ചുമക്കളുടെ എല്ലാവരുടെയും പരിപൂർണമായ സഹകരണവും പിന്തുണയും ഉള്ളത് കൊണ്ടാണ് ഇത് പകർത്താൻ സാധിച്ചത്. ചാച്ചന് ഇത്രയും തീഷ്ണമായിട്ട് എല്ലാ ദിവസവും ഞാൻ കൊട്ടുറോയിലാണ് താമസിക്കുന്നത്. ഞാൻ വീട്ടിൽ വരുമ്പോൾ ചാച്ചൻ എപ്പോഴും എഴുതുന്ന ഒരു സ്വഭാവമാണ് ചാച്ചനുള്ളത്. ചാച്ചനോട് ഞാൻ ചോദിക്കാറുണ്ട്, ചാച്ചന് ഇങ്ങനെ എപ്പോഴും എഴുതുമ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകളോ വേദനകളോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചാച്ചൻ പറയും, ശരീരത്തിന് മൊത്തം വേദനയും മരവിപ്പും ഒക്കെയാണ്. ചുമ്മാ ഈ കിടന്നാൽ അതൊരു വീണ്ടും ഒരു ക്ഷീണമായി പോവും, ഒരു തളർച്ചയുണ്ടാകും. അപ്പം വചനത്തിൻ്റെ ശക്തിയാൽ എഴുതുമ്പോൾ ഒരു പുതുജീവനും പുതിയ ശക്തിയും പുതിയൊരു ഉണർവും ചാച്ചന് എപ്പോഴും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. എനിക്ക് 1 വയസ്സുള്ളപ്പോൾ എൻ്റെ ചാച്ചൻ മരിച്ചതാണ്. എൻ്റെ അമ്മച്ചി ചെറുപ്പം മുതൽ അമ്മച്ചി എല്ലാ ദിവസവും ദിവ്യബലിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നു. ഈ ഇടത്തെ കാല് തളർന്നതാണ്. എന്നാലും ഈ തളർന്ന കാല് ആണെങ്കിൽ തന്നെ ഈ കാല് വെച്ച് ഇന്നാണ് ഇപ്പോൾ വണ്ടിയുള്ളത്. പക്ഷേ ഈ കാല് വെച്ച് നടന്നാണ് വളരെയധികം ദൂരമുള്ള പള്ളിയിലേക്ക് എല്ലാ ദിവസവും എൻ്റെ അമ്മച്ചി എന്നെ വലിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരുന്നത്. അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എൻ്റെ കൂട്ടുകാർ എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ കൂട്ടത്തിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ എന്നെ ചട്ടുകാല എന്ന് വിളിച്ച് എന്നെ കളിയാക്കുമായിരുന്നു. അതായത് ഞാൻ എപ്പോഴും നടക്കുന്നത് ചട്ടുകാലനായിട്ടാണ്. എൻ്റെ ഇടത്തെ കാല് തളർന്നതാണ്. ആ ചട്ടുകാലനായിട്ടും ഈശോ എന്നെ നടത്തിച്ചു. ഈ ചട്ടുകാലിനെ വലിച്ചുകൊണ്ട് അമ്മ പള്ളിയിൽ പോകുമായിരുന്നു. അങ്ങനെ ആ അമ്മയുടെ ശിക്ഷണം കൊണ്ടും അമ്മ എൻ്റെ മകനാണ് ഈ പ്രായത്തിലും ഒരു 87-88 വയസ്സ് വരെ ഞാൻ നടന്ന് തന്നെ പള്ളിയിൽ പോകുമായിരുന്നു. ഒരു 87 വയസ്സ് കൂട്ടിയാൽ മതി. ഒരു 3-4 കൊല്ലമായിട്ട് എനിക്ക് നടന്ന് പള്ളിയിൽ പോകാൻ സാധിക്കുന്നില്ല. വല്ല കാലത്തും മോനെ കാറെ കൊണ്ടുപോകും. അത് 3-4 മാസം കൂടുമ്പോൾ മാത്രമേ, അതും രോഗം കൊണ്ടാണ്. പക്ഷേ അങ്ങനെയാണെങ്കിലും ശാലോൺ TV-യിലും ഉള്ള ദിവ്യബലി ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ എൻ്റെ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഇപ്പോഴും അർപ്പിക്കുന്നുള്ളെന്ന് പറയാൻ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്.
ചാച്ചൻ്റെ ജീവിതത്താളുകൾ മറിച്ച് നോക്കുമ്പോൾ ദുഃഖത്തിലും സന്തോഷത്തിലും വേദനയിലും പരാജയത്തിലും വിജയത്തിലും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളിലും ദൈവം എല്ലാം എനിക്ക് നന്മയ്ക്കായി നൽകി എന്ന ഒരു ചിന്തയാണ് ഉണ്ടായിരുന്നത്. ദിവ്യകാരുണ്യ കോൺഗ്രസ് എന്നൊക്കെ ഞങ്ങൾ ആദ്യമായി കേട്ടത് ചാച്ചനും അമ്മച്ചിയും പറഞ്ഞാണ്. 1964 ബോംബെയിൽ വെച്ച് നടന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കാൻ സാധിച്ചതും പരിശുദ്ധ പിതാവ് പോളാറാമൻ പാപ്പയെ തൊട്ടടുത്ത് കണ്ടതും ഏറെ നന്ദിയോടെയും സ്നേഹത്തോടെയുമാണ് ചാച്ചൻ ഇപ്പോഴും അനുസ്മരിക്കുന്നത്. വളരെ ചിട്ടയായ ഒരു ജീവിത ശൈലിയാണ് ചാച്ചൻ്റേത്. കാശ് മുടക്കാതെ ആരോഗ്യം എന്ന തലക്കെട്ടിൽ അഭിമന്യ വള്ളോപ്പള്ളി പിതാവ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചാച്ചൻ ഏറെ ശ്രദ്ധിച്ചിട്ടുണ്ട്. പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേറ്റ് കരുണക്കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്ന ചാച്ചനും അമ്മച്ചിയും ഞങ്ങൾക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. 90-ാം വയസ്സിൽ ബൈബിൾ പകർത്തി എഴുതിയത് ദൈവത്തിൻ്റെ വലിയൊരു കൃപ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഒരു വലിയ ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷപ്രദമായ ശാന്തമായ ഒരു മരണം, ഈശോയുടെ സന്നിധിയിലേക്ക് ഞാൻ എപ്പോഴും കിടക്കുന്ന കട്ടിലിൽ നീർന്ന് കിടന്ന് ശാന്തമായി ഈശോയുടെ അടുക്കിലേക്ക് പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ആഗ്രഹം. എപ്പോഴാണോ ഈശോ വിളിക്കുന്ന ആ സമയത്ത് മരണം വരെയും സന്തോഷപ്രദമായ ഒരു ജീവിതം, ഇത്രയുമാണ് എൻ്റെ ആഗ്രഹം.